ഇമ്പോർട്ടൻസ് ഓഫ് റവന്യൂ. അപ്പോൾ റവന്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഇന്ന് നോക്കുന്നത് റവന്യൂ സെർവ് ആസ് എ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. റവന്യൂ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിൻ്റെ ഒരു കീ ഇൻഡിക്കേറ്റർ ആണ്. അതാണ് റവന്യൂ സെർവ് ആസ് എ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി റവന്യൂ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് വെദർ ദ ഫേം ഹാസ് റിസീവ്ഡ് റവന്യൂ ഇൻ ക്യാഷ് ഓർ നോട്ട്. പക്ഷേ ക്യാഷിലാണോ അതോ ക്രെഡിറ്റ് ആയിട്ടാണോ, അതായത് ചെക്കായിട്ടാണോ ബാങ്കിലാണോ എങ്ങനെയാണ് റവന്യൂ കിട്ടിയെന്നുള്ളതൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സെക്കൻഡ് പോയിന്റ്, മീറ്റിംഗ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുക. അതായത് അവർ എത്ര റിട്ടേൺസ് പ്രതീക്ഷിക്കുന്നു. നല്ല മാർക്കറ്റ് നോളജ് ഉള്ള മാനേജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം റിട്ടേൺസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്, റവന്യൂവിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അത്രയും റിട്ടേൺസ് അവർ പ്രതീക്ഷിക്കും. പിന്നെ ഉള്ളത് ബിൽഡിംഗ് റിസർവ്. നമ്മൾ ക്യാഷ് റിസർവുകൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. നമുക്ക് ഓരോ വർഷം പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് നമ്മുടെ റവന്യൂന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമുക്ക് റിസർവ് ആക്കി വയ്ക്കാം. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, വളരെ കുറച്ച് നാളുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ റിട്ടേൺസ് നമ്മുടെ ബിസിനസ് ഓണേഴ്സിന് കൊടുക്കാൻ പറ്റും. കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ റിട്ടേൺസ് നമ്മളെ ബിസിനസ് ഓണേഴ്സിന് കൊടുക്കാൻ പറ്റും. നമ്മൾ കൂടുതലായിട്ട് റിസർവ് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നല്ല റവന്യൂ ഉണ്ടെങ്കിൽ നമുക്ക് റിസർവ് ക്രിയേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ക്യാഷ് റിസർവിൽ നിന്നാണ് നമുക്ക് ഡിവിഡൻഡൊക്കെ കൊടുക്കാൻ പറ്റുക. അപ്പോൾ ക്യാഷ് റിസർവുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റണം. പിന്നെ എൻഹാൻസ് ദ ഗ്രോത്ത് റേറ്റ്. ഗ്രോത്ത് റേറ്റ് കൂട്ടാൻ ഓർഗനൈസേഷൻ ഫോളോസ് അഗ്രസീവ് റവന്യൂ നോട്ട് ഓൺലി ടു ഇൻക്രീസ് ഇറ്റ് സെയിൽ ബട്ട് ഓൾസോ ടു ഗ്രോ വിത്ത് ഹൈ പേസ് ഈച്ച് ഇയർ. അപ്പം ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ സെയിൽ കൂട്ടാൻ വേണ്ടി മാത്രമല്ല, അതിൻ്റെ ഗ്രോത്ത് ഓരോ വർഷം കൂടുന്നതോറും അതിൻ്റെ ഗ്രോത്ത് ഹൈ ആക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഓരോ ഓർഗനൈസേഷനും റവന്യൂ ഏൺ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട് ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഓർഗനൈസേഷൻസ് യൂസ് ചെയ്തോളും. അതാണ്. പിന്നെ ഉള്ളത് ബിൽഡ് മാർക്കറ്റ് ഷെയർ. അപ്പോൾ മാർക്കറ്റ് ഷെയർ ബിൽഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കൂടുതൽ മാർക്കറ്റിലേക്ക് നമ്മുടെ ഗുഡ്സ് എത്തണം. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗുഡ്സും സർവീസും കുറേ മാർക്കറ്റിലേക്ക് എത്താനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ റവന്യൂ ഇനിയും കൂടും. When our organization is attaining their goals, it shows that organizational strategies are superior to defeat the competition. നമ്മളെ കോമ്പറ്റീറ്ററേയും കൂടെ കടന്ന് നമ്മൾ മാർക്കറ്റ് അച്ചീവ് ചെയ്തു, മാർക്കറ്റ് ഷെയർ പിടിച്ചെടുത്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ റവന്യൂ കൂടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ലോങ് ടേം പ്ലാൻസ് അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷണൽ സ്ട്രാറ്റജീസ് കോമ്പറ്റീറ്ററെ ഡിഫീറ്റ് ചെയ്ത് നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത്രയാണ് നമ്മുടെ 5 പോയിൻറ്റ്സ് ഉണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് റവന്യൂ സെർവ് ആസ് എ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, മീറ്റിംഗ് ദ എക്സ്പെക്ടേഷൻസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ബിൽഡിംഗ് റിസർവ്, എൻഹാൻസ് ദ ഗ്രോത്ത് റേറ്റ്, ബിൽഡ് മാർക്കറ്റ് ഷെയർ. ഓക്കെ.